നമസ്കാരം. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നേത്രദാന പക്ഷാചരണം ആചരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏകദേശം 13 ലക്ഷം പേർ ബൈലാറ്ററൽ കോർണിയൽ ബ്ലൈൻഡ്നസ് അഥവാ രണ്ട് കണ്ണിന്റെയും നേത്രപടലത്തിന്റെ അതാര്യത മൂലം അന്ധത അനുഭവിക്കുന്നവരാണ്. അവർക്കാണ് നേത്രദാനത്തിലൂടെ ലഭിക്കുന്ന കണ്ണുകൾ ഉപകാരപ്പെടുന്നത്. നേത്രദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ അന്ധത ബാധിച്ച മറ്റു 2 പേർക്ക് കാഴ്ചശക്തി ലഭ്യമാക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. ഇതിനായി ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം തന്നെയോ മുൻകൂട്ടി ഈ നേത്രദാനത്തിന് സന്നദ്ധ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 എന്ന കേന്ദ്രാവിഷ്കൃത നിയമപ്രകാരമാണ് നടന്നു വരുന്നത്. ഇതുമൂലം അന്ധത ബാധിച്ച 2 പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നു. കണ്ണ് മാറ്റിവെക്കുന്നതിലൂടെ കണ്ണ് മുഴുവൻ മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റിവെക്കുന്ന പ്രക്രിയ അല്ല നടക്കുന്നത്, മറിച്ച് കണ്ണിൻ്റെ കോർണിയ എന്ന ഒരു നേർത്ത പടലം മാത്രമാണ് കണ്ണിൽ നിന്നും നമ്മളെടുത്ത് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റം ചെയ്യുന്നത്. ആയതിനാൽ നേത്രദാനത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. പ്രധാനമായും ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മൂലമുള്ള അണുബാധകൾ, കണ്ണിലുണ്ടാകുന്ന മുറിവുകൾ, പൊള്ളൽ മൂലമുള്ള പരിക്ക്, അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത, ചില ജനിതക വൈകല്യം മൂലവും കണ്ണിൻ്റെ നേത്രപടലത്തിൻ്റെ സുതാര്യത നഷ്ടപ്പെടാം. മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണിൽ നിന്ന് ശേഖരിക്കുന്ന കോർണിയ നമ്മൾ നേത്രബാങ്കിൽ അയക്കുകയും അവിടുന്ന് അത് പരിശോധിച്ചത് ഹെൽത്തി ആണോ അല്ലെങ്കിൽ ദാതാവിന് വെക്കാൻ സ്യൂട്ടബിൾ ആണോ നോക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു ചെറിയ ശസ്ത്രക്രിയ 2-3 മണിക്കൂറുകൾ നിൽക്കുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ ഈ ആരോഗ്യമുള്ള ഈ ദാതാവിൻ്റെ കോർണിയ നമ്മൾ രോഗിയുടെ കോർണിയയ്ക്ക് പകരം വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ശസ്ത്രക്രിയയുടെ ഒരു മോഡ്. സാധാരണയായി നേത്രദാനത്തിന് പ്രായപരിധിയില്ല. മരണശേഷം ആർക്ക് വേണമെങ്കിലും നേത്രം ദാനം ചെയ്യാം. കണ്ണട വെക്കുന്നവർ, തിമിര ശസ്ത്രക്രിയ ചെയ്തവർ, ഹൃദ്രോഗം, BP, ഷുഗർ, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് വേണമെങ്കിലും കണ്ണുകൾ ദാനം ചെയ്യാം. അജ്ഞാതമായ മരണം സംഭവിച്ചിട്ടുള്ള ആളുകൾ HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ C, റാബിസ്, മെനിഞ്ചൈറ്റിസ്, സെപ്റ്റിസീമിയ മുതലായിട്ടുള്ള അസുഖങ്ങൾ മൂലം മരണം സംഭവിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ റിഫ്രാക്റ്റീവ് സർജറീസ്, ലാസിക് പോലുള്ള സർജറികൾ ചെയ്തിട്ടുള്ള ആളുകൾ, ഇവർക്കൊന്നും നേത്രദാനം ചെയ്യാനായിട്ട് സാധിക്കില്ല. നേത്രദാനം ലളിതവും ധാർമ്മികവുമായ പ്രക്രിയയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ണ് ദാനം ചെയ്യാനുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. അംഗീകൃത ഐ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ തീരുമാനം കുടുംബാംഗങ്ങളെ അറിയിക്കേണ്ടതാണ്. കാരണം മരണശേഷം അവരുടെ സമ്മതം ആവശ്യമാണല്ലോ. മരണം സംഭവിച്ച് 6 മണിക്കൂറിനുള്ളിൽ ഐ ബാങ്കിനെ അറിയിക്കുക. ഐ ബാങ്കിന്റെ പ്രൊഫഷണൽ ടീം വീട്ടിലോ ആശുപത്രിയിലോ എത്തി കോർണിയ ശേഖരിക്കും. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ കൃത്യം പൂർത്തിയാവും. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെ രൂപഭംഗിക്കൊന്നും യാതൊന്നും സംഭവിക്കുകയില്ല. ഈ കണ്ണ് ദാനം ചെയ്തതിന്റെ അംഗീകാരമായി ഐ ബാങ്ക് ഒരു സർട്ടിഫിക്കറ്റും നൽകും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ഏകദേശം 13 ലക്ഷം പേർ കോർണിയൽ ബ്ലൈൻഡ്നസിനാൽ ബുദ്ധിമുട്ടുന്നു. നേത്രദാനത്തിലൂടെ ലഭിക്കുന്ന കണ്ണുകൾ ഇവർക്ക് കാഴ്ചശക്തി തിരികെ നൽകും. ഇതൊരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും അത് കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഭാരത സർക്കാരിന്റെ അവയവദാന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുക.